Yes, welcome back to my channel. എല്ലാവരും സുഖമായിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? അപ്പം നമ്മൾ ഇന്നലെ അംബ്രല്ല ഫ്രോക്കിന്റെ മെഷർമെന്റ്സ് എല്ലാം നമ്മൾ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് മനസ്സിലാക്കി അല്ലേ? അപ്പം ആ ക്ലാസ് കാണാതെ ആരും ഈ ക്ലാസ് കാണരുത്. കാരണം അതിലാണ് ഞാൻ എല്ലാ അളവുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഞാൻ 2 മീറ്റർ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഇത് മീറ്റർ 130-128 എങ്ങാണ്ടാണ്. ഞാൻ 2 മീറ്റർ ക്ലോത്താണ്, നല്ല പ്യുവർ കോട്ടൺ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. അപ്പം അശ്വതി 2 വയസ്സുള്ള കുട്ടിയുടെ കാണിക്കുമെന്നും ഷഹീന ഒരു 4 വയസ്സാണ്, ഷഹീന 7 വയസ്സ്, പിന്നെ വിസ്മയ അത് പേരാണോന്ന് അറിയത്തില്ല. അപ്പം അത് ഒരു പെറ്റിക്കോട്ട് തയ്ക്കുന്നത് 4 വയസ്സുള്ള കുട്ടിയുടെയൊക്കെ ചോദിച്ചിരുന്നു. അത് കാണിക്കുകയോ ചേച്ചിയിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പം ഒരു 10 വയസ്സായ കുട്ടിയുടെ ഇതല്ലേ ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളെ കുഞ്ഞുങ്ങളുടെ അളവ് ഞാനിതിൽ എങ്ങനെയാണോ കണ്ടുപിടിച്ചത്, അത് നെഞ്ചളവൊക്കെ നിങ്ങളെ കുഞ്ഞിൻ്റെ അളവെടുക്കുക, അതിന് 4 കൂട്ടുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആ കിട്ടുന്ന അളവ് ആദ്യം നിങ്ങളൊരു നോട്ട്ബുക്ക് പേന ഒക്കെ വാങ്ങിച്ചു വയ്ക്കണം. രണ്ടാമത് ഒരു 4-5 മീറ്റർ ലൈനിങ് ക്ലോത്ത് വാങ്ങിക്കണം. അതെന്തെന്ന് വെച്ചാൽ വില കുറവാണല്ലോ, നമുക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ആദ്യമേ നമ്മൾ കയറി നല്ല തുണിയൊന്നും കട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് പഠിച്ചത്. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ അളവെല്ലാം കറക്റ്റായിട്ട് നോട്ട്ബുക്ക് കണ്ടുപിടിച്ച ശേഷം ആ അളവെടുത്ത് നമ്മൾ എന്ത് ഈ ലൈനിങ് തുണിയെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ യോക്ക് ഭാഗമോ കട്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞിൻ്റെ ദേഹത്ത് എന്ത് ചെയ്യണം, വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പോൾ അവിടെ അത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇറക്കം വേണോ, കഴുത്തിറക്കം വേണോ എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അത് തയ്ച്ചു നോക്കണം. ആ ലൈനിങ് തുണി തന്നെ എന്ത് ചെയ്യണം, ഫ്രോക്ക് ബെറ്റിക്കോട്ടായിട്ട്, ഫ്രോക്ക് ആണെങ്കിൽ ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കുഞ്ഞിനത് ഇട്ട് നോക്കണം. ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഭാഗത്താണ് മിസ്റ്റേക്കുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അതേ രീതി എന്ത് ചെയ്യണം, വീണ്ടും തുടരണം. എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത് വീണ്ടും അളവെടുക്കുന്നു. അപ്പം നമുക്ക് അവിടെ അത്ര അളവല്ലായിരുന്നല്ലോ വേണ്ടത്, അത് കുറച്ചുകൂടെ മാറ്റാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, അതും കൊണ്ടുവന്ന് കുഞ്ഞിന് ഇട്ട് നോക്കുന്നു. അപ്പോൾ അത് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം എഴുതിയാൽ ഏതാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി ആ അളവെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോയി നല്ല ക്ലോത്ത് എടുത്തുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുഞ്ഞിന് ഇട്ട് കൊടുക്കണം. അപ്പോഴെന്ത് ചെയ്യും, നമ്മളവിടെ വിജയിച്ചു അല്ലേ. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചില്ലേ. അപ്പം നമ്മൾ എന്ന് മറ്റുള്ളവർ അത് ചെയ്ത് തരാൻ നമ്മൾ നോക്കി നിൽക്കേണ്ട. നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം. അങ്ങനെയാണ്. നമ്മൾക്ക് ഒരാളൊരു പാറ്റേൺ ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി. അവരിപ്പം വേറൊരു അളവിലാണ് ചെയ്യുന്നതെന്ന് വെച്ചോ, നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്ത് പഠിക്കണം അല്ലേ. അപ്പം നമ്മൾ ആദ്യം ഒന്നും നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് അത് ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ ഓക്കെ ആണോ എന്ന്. ലൈൻ തുണിയാകുമ്പോൾ നമുക്ക് തയ്ച്ച് നമുക്ക് ഇട്ട് നോക്കിയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്ന് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോന്ന് പഠിച്ച് നിങ്ങൾ അത് സക്സസ് ആകുമ്പോൾ, നിങ്ങൾ സക്സസ് വരുമ്പോഴാണ് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നത്, സക്സസ് ആകുന്നത്. അല്ല ഞാൻ കുറേ തുണി എടുത്തു വെച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമോ എന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിജയമില്ല. നിങ്ങളൊക്കെ സക്സസ് ആയിട്ട് ആ ചേച്ചി ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ സ്വന്തമായിട്ടാണ് ചേച്ചി അത് ചെയ്തത് എന്ന് നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ഇടുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഫ്രോക്കൊക്കെ ചെയ്ത് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു മോഡലൊക്കെ ആയിരിക്കും അതിൽ വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ യൂട്യൂബ് ചാനലൊക്കെ പോയി നോക്കി അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ക്ലിക്ക് മതിയല്ലോ നമുക്ക് എന്തെല്ലാം സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഫ്രോക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് നല്ല ഭംഗിയാക്കാമെന്നുള്ളത്. അപ്പം നിങ്ങൾ അതൊക്കെ ചെയ്ത് എന്നെക്കാളും മികവുറ്റതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രോക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ വെച്ചിക്കോട്ടെ അവിടെ സൂപ്പറാക്കി വയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സ്റ്റെപ്പും മുന്നോട്ട് കയറുന്നത്. അല്ല നമ്മളിങ്ങനെ ഒരാളത് നമുക്ക് ചെയ്ത് തന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ഒരിക്കലും നമ്മളെ സ്റ്റെപ്പ് എന്ത് ചെയ്യത്തില്ല, മുന്നോട്ട് വയ്ക്കാൻ നമ്മൾ പറ്റത്തില്ല. നമ്മളെന്നാൽ ആ സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യും, നിൽക്കും. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണ്ടേ. നമുക്കിനി ഇതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് കുട്ടി നിങ്ങളെ മുമ്പിൽ വന്നാലും നമുക്ക് അളവെടുത്ത് സെറ്റാക്കി എന്ത് ചെയ്യണം, സൂപ്പറായിട്ട് തയ്ച്ചു കൊടുക്കും. ഇപ്പോൾ 400 രൂപയ്ക്ക് ഇല്ലേ ഒരു ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ, എന്താ നമുക്ക് നല്ലതല്ലേ ആ രൂപ കിട്ടിയാൽ. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതാണ് എനിക്ക് കാണാൻ ആഗ്രഹം. പിന്നെ ഇവിടെ മഴയൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഈ വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ ഞാൻ പരമാവധി ഇടാൻ നോക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ചിലപ്പം 2 ദിവസമൊക്കെ ഞാൻ ചിലപ്പം ഇട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ ഇടും കേട്ടോ. അപ്പം നമുക്കിനി ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാം കേട്ടോ. അങ്ങനെ ഞാൻ 2ആയിട്ട് തുണി മടക്കിയേ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ
കോണാകൃതിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ആ രീതിയിലേക്ക് ഇങ്ങനെ മടക്കുവാണേ. ഇനി നമ്മുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം, തിരിച്ചിടണം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തു. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, 10 ഇഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തി ഇങ്ങനെ ഒരു കർവ് കൊടുക്കേണ്ടത് അല്ലേ. അവിടെ നിന്ന് നമുക്ക് തുണി ഇത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും ലെങ്ത്, സ്കേർട്ടിന് എത്ര ലെങ്ത് ആണെന്ന് വെച്ചാൽ അത്രയും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടാണ് ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഈ അറ്റത്തുനിന്ന് എത്ര ഇഞ്ചാണ്, 10 ഇഞ്ചല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചേ. അപ്പം നമുക്കത് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് 10 ഇഞ്ച്. ചെയ്യണം, 10 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ ഒരു കർവ് വരച്ച്. ഇനി അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്കേർട്ടിന്റെ അളവല്ലേ 27ആണ് നമുക്ക് ഇനി വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അല്ലേ. അപ്പൊ 28.5 ഇഞ്ച് നമുക്ക് എവിടെ കിട്ടുന്നോ അത് നമ്മൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. 28.5 എനിക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അത് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, പിടിച്ച് എടുക്കേണ്ടത്. 28.5 ഇഞ്ച് വീണ്ടും നമ്മൾ ഇവിടെ വെക്കുന്നു. 28.5 ഇഞ്ച് ഇവിടെ മുതൽ ഇതുവരെ കണ്ടോ. 28.5 ഇഞ്ചിന് ഞാൻ എന്ത് ചെയ്തതാണ്, സ്കേർട്ട് ഭാഗം പാവാടയുടെ ഭാഗം എന്ത് ചെയ്തിരിക്കുകയാണ്, അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ. ഇനി ഞാൻ ആദ്യം ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം, രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് മാറ്റണം അല്ലേ. അപ്പോഴല്ലേ ഫ്രണ്ടിലും ബാക്കിലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, തുണി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് കട്ട് ചെയ്യണം. എൻ്റെ ഭാഗം കിട്ടി, ഞാനതിനെ ഇങ്ങനെ മടക്കി ഇട്ടേക്കുവാണ്. ഇനി ബാക്ക് പാർട്ടും കിട്ടി കണ്ടോ. അപ്പം നമ്മുടെ സ്കേർട്ടിൻ്റെ അതായത് നമ്മുടെ പാവാടയുടെ പരിപാടി കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് വലിയൊരു ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി ആകെ ഇത്ര തുണിയുണ്ട്. ഇതിൽ നമ്മൾ എന്ത് വെട്ടിയെടുക്കണം, യോക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം വലിയ കുട്ടികൾക്കാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇതൊന്നും തികയത്തില്ല. ഒരു 15 വയസ്സൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ തുണി 3 മീറ്ററോ അതിൽ കൂടുതലൊക്കെ എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ 2 മീറ്റർ എടുത്തോളൂ, 2.5 എടുക്കാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ യോക്കിന് എത്ര കിട്ടണം, 8.5 വീതി കിട്ടണ്ടേ മൊത്തത്തിൽ. നമുക്ക് നോക്കാം, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ മടക്കി നമ്മളിങ്ങനെ വെച്ച് നോക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് നോക്കാം. ഇവിടെ നമുക്ക് കൈക്കൂലി വരുമ്പോൾ അവിടെ കട്ടായി പോലോ. നമുക്ക് ഇവിടെ കുറച്ച് കിട്ടുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വീതി എനിക്ക് 8.5 കിട്ടണ്ടേ. അപ്പോൾ 8 കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കിയിടുന്നു. 8.5 കിട്ടുന്നുണ്ട്. ഇനി ലെങ്തോ, നീളം 12 ഇട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് സംഭവം നമുക്ക് ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു 2 ഞാനിപ്പോൾ 10 വയസ്സായ കുട്ടിയൊക്കെ എടുത്തേ നിങ്ങളൊരു 2.5 മീറ്റർ എങ്കിലും എന്ത് ചെയ്യണം, എടുക്കണം കേട്ടോ. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് ശരിയായി വരണമെന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഇനി അറ്റം വരെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താണ്, നമ്മൾ ഇനി യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫ്രണ്ട് ഭാഗം. അതിന് ഏതൊക്കെയാണ് അളവ്, 6 ഇഞ്ചാണ് നമുക്ക് എന്ത് വേണ്ടത്, ഷോൾഡർ എടുക്കുന്നു 6 ഇഞ്ച്. അതുപോലെ താഴേക്കും ഷോൾഡർ എടുക്കുന്നു. പിന്നെ ഇവിടെ നിന്നോ 8.5 അല്ലേ മൊത്തത്തിൽ വേണ്ടത്. 8.5 അടയാളപ്പെടുത്തുന്നു. താഴേക്ക് എത്രയാണ്, 8 അടയാളപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യണം, ചെറിയൊരു കർവ് കൊടുക്കുന്നു. നമ്മളിങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ നെക്ക് എത്ര പറഞ്ഞ് 2.5 ഇഞ്ച് അല്ലേ. ഇത് ഞാൻ ഫ്രണ്ടിൻ്റെയാണ് ചെയ്യുന്നത്. ബാക്കിൽ നമുക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടിയിടണ്ടേ. അത് തുണി തികയൊന്നും അറിയത്തില്ല, അതിനെ ശ്രമിച്ച് നോക്കാം. 2.5 ഇഞ്ച്. പിന്നെ ഫ്രണ്ടിൻ്റെ ഇറക്കമായിട്ട് ഞാൻ എടുക്കുന്നത് 4.5 ഇഞ്ച്. എന്നിട്ട് അത് എന്ത് ചെയ്യണം, ഒരു ബോക്സ് ആക്കി നമുക്കിവിടെ വരയ്ക്കാം അല്ലേ. ഇവിടെ 2.5 ഇഞ്ചിന് എന്താണ് അകലം, കഴുത്തകലം കൊടുത്ത് ഇറക്കം 4.5 ഇഞ്ച് കൊടുത്ത്. പക്ഷേ ഇത് ഒരു സ്ക്വയറിനൊക്കെ അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു അല്പം ഒന്ന് ചരിച്ച് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ചരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് കട്ട് ചെയ്താൽ മതിയേ. അപ്പോഴാ നെക്കിനൊരു ഭംഗിയാണ്, അല്ലെങ്കിൽ അങ്ങ് തുറന്നു പോയാൽ എന്തേ ഇരിക്കും. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ എന്ത് ചെയ്യാം, നമുക്കൊരു ആം ഹോളും കൂടി വരയ്ക്കാം. ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ മാത്രമാണ് ഞാൻ ചെയ്തത്. ബാക്ക് പാർട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ബാക്ക് പാർട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് എന്ത് ചെയ്യണം, ബാക്കിൽ കൂട്ടിയിടണം. അതെന്തിനാണ്, നമുക്ക് സിബ് വയ്ക്കാനല്ലേ. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. മുകളിൽ വെച്ച് 1 ഇഞ്ച് എന്താണ് ബാക്കിൽ കൂടുതലിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ബാക്ക് പാർട്ട് വെട്ടാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ
ഇവിടെ 1 ഇഞ്ച് എടുക്കാൻ വേണ്ടി എനിക്ക് തുണി തികയുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ട് പീസ് കട്ട് ചെയ്ത് വെച്ച് തയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഇതിനെ മുകളിൽ ഫ്രണ്ട് പാർട്ട് വെച്ച് കട്ട് ചെയ്യാൻ പോവുകയാണേ. ഫ്രണ്ട് പാർട്ട് വെച്ച് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വെട്ടിയെടുക്കാമേ. അങ്ങനെ ഞാൻ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തു. ഇവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് പീസ് വെച്ച് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ വിചാരിച്ച അപ്പോൾ 2 മീറ്റർ തുണി പോരെ 10 വയസ്സുള്ള കുട്ടിക്ക്. ഒരു 2.25 മീറ്ററെങ്കിലും തുണി എടുത്താൽ നമുക്ക് ഇവിടെ സൂപ്പറായിട്ട് ചെയ്യാം. ഇനി ആകെ മിച്ചമുള്ള കണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്നാണ് നമുക്ക് ഒരു ചെറിയ സ്ലീവ് കട്ട് ചെയ്യാം. ഞാൻ പഫ് സ്ലീവ് ഒക്കെ വെക്കണമെന്ന് വിചാരിച്ചത്. ഞാൻ എന്നാൽ എൻ്റെ മൂത്ത മോൾക്ക് 5 മീറ്റർ തുണി മീഷോയിൽ നിന്ന് വാങ്ങിച്ച് ചെയ്തപ്പോൾ ഞാനത് അത്രയും ചിന്തിച്ചില്ല. കുറച്ചുകൂടെ തുണി വേണമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു 2 മീറ്റർ മതിയായിരിക്കുമെന്ന്. അതെല്ലാം ഒരു കാര്യം മനസ്സിലാക്കിയല്ലോ. അപ്പോൾ 2 മീറ്റർ പോരാ, 2.25 മീറ്ററെങ്കിലും തുണി നമ്മൾ എന്ത് ചെയ്യണം, ഈ 10 വയസ്സായ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ഇനി ഇതിൽ നിന്നാണ് എനിക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ചെറിയൊരു സ്ലീവ് ചെയ്യുന്നേ ഉള്ളൂ. ഈ പഫ് സ്ലീവൊക്കെ ഞാൻ നിങ്ങൾക്ക് നല്ലതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇവിടെ നമ്മളിങ്ങനെ മൊത്തത്തിൽ അളവെടുക്കുന്നു. അപ്പോൾ നമുക്കൊരു 8.25 വരും. ഇതിലൊരു 4 ഇഞ്ച് എന്ത് ചെയ്യാം, നമുക്ക് കുറയ്ക്കാം. ഷോൾഡറിങ് പോകത്തില്ലേ, 4 1/2 ഇഞ്ച്. പിന്നെ ബാക്കിയുള്ളതാണ് നമുക്ക് എന്ത് വേണ്ടത്, തുണി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടേണ്ട വിട്ത്ത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കണം. 8 ഇഞ്ച് വിട്ത്ത് കിട്ടുന്ന വിധത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് തുണി ഇടാം. 2 തുണി വേണം സ്ലീവിന്. ഉള്ള ഭാഗത്തു നിന്ന് ഒരു 6 ഇഞ്ച് നീളത്തിലൊരു സ്ലീവിനൊരു തുണി വെട്ടിയാണ്. നീളം 6 ഇഞ്ച്, ലെങ്ത് 6 ഇഞ്ച്. പിന്നെ വീതി നമ്മൾ എത്ര കണ്ടുപിടിച്ചോ, ഒരു 8 ഇഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മളിങ്ങനെ ഒരു ബോക്സ് ആക്കിയോ, ഇങ്ങനെ നമ്മളൊരു ബോക്സ് ആക്കി 8 ഇഞ്ച്. അപ്പോൾ നമ്മൾ എങ്ങനെ 8 ഇഞ്ച് കണ്ടുപിടിച്ചത്, ആ ഭാഗത്ത് നിന്നല്ലേ അളന്നെടുത്ത്. അപ്പോൾ 8 ഇഞ്ച് വീതി, പിന്നെന്താണ് എത്ര ഇഞ്ചായിരുന്നു, ലെങ്ത് 6 ഇഞ്ച് നീളമുള്ള ഭാഗം കണ്ടുപിടിച്ച് അതിൽ നിന്നൊരു 3.25 ഇഞ്ചോളം എന്ത് ചെയ്യാം, നമ്മൾ താഴോട്ട്, മുകളിൽ നിന്ന് താഴോട്ട്, ഇതാണ് ഫോൾഡഡ് സൈഡ്, മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ചരിച്ച് ഒരിത് കൊടുക്കുക. പിന്നെ നമുക്കിവിടെ എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത്, നല്ലൊരു പഫ് സ്ലീവൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എല്ലാം പൊളിഞ്ഞ് സാരമില്ല, അടുത്ത ഇനി നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ 2.25 മീറ്റർ തുണിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 10 വയസ്സുള്ള കുട്ടിക്ക് എടുക്കുകയാണെങ്കിൽ വയ്ക്കാൻ തുണി എടുക്കണേ. പിന്നെ ഇതുപോലെ വേറൊന്നും കൂടി കട്ട് ചെയ്തെടുത്ത്, പിന്നെ ഒരു വള്ളി 2 സൈഡിൽ വയ്ക്കാനുള്ള വള്ളിയും കൂടെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ വീതി എന്ന് പറയുന്ന ഒരു 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതും കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് യോക്ക്, ഇത് ബാക്ക് യോക്ക് അല്ലേ. ഇത് പാവാട 2 എണ്ണം, ഇത് 2 സ്ലീവ്, 2 കൈയുടെ ഭാഗം, ഇത് 2 വള്ളി. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇത് ഞാൻ എൻ്റെ ഇടയ്ക്ക് 5 മീറ്റർ ക്ലോത്ത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച് എൻ്റെ മോൾക്ക് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഈ തുണി എനിക്കൊരു ടോപ്പും സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഒരു ഫ്രോക്കും തയ്ച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും തുണി ശരിയാവും, ഞാൻ വിചാരിച്ചു 2 മീറ്റർ മതിയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ 2.25 മീറ്റർ തുണി വേണം എടുക്കാനേ. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി ഇതിനകത്ത് ലൈനിങ് ഒക്കെ ചെറുതായിട്ടൊന്ന് ഇട്ടൊക്കെ കഴുത്തൊക്കെ ശരിയാക്കി ഞാൻ തയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.